ഹായ് ഡിയർ വൺസ്, വെൽക്കം ടു CSCB റാങ്കർ. നമ്മൾ കോഓപ്പറേഷൻ്റെ പ്രിൻസിപ്പിൾസിൻ്റെ ഡെവലപ്മെൻറ്റ്സ് അതായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ 4th സ്റ്റേജ് വരെ എത്തി. അതായത് 1992 ഒരു സ്പെഷ്യൽ കമ്മിറ്റി അപ്പോയിൻ്റ് ചെയ്ത് ടോക്കിയോ കോൺഗ്രസ്സിൽ വെച്ചിട്ട് അവിടെ വരെയുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു പറഞ്ഞിരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. Who chaired the committee in 1992? Answer: Professor Ian Macpherson. 1992 ടോക്കിയോ കോൺഗ്രസ്സിലെ ചെയർമാൻ ആരായിരുന്നു എന്നാണ്. അത് പ്രൊഫസർ ഇയാൻ മാക്ഫേഴ്സൺ ആയിരുന്നു. When were the new principles accepted by ICA? Answer: September 1995. അതായത് ഈ 4th സ്റ്റേജിൽ രൂപപ്പെട്ട പ്രിൻസിപ്പിൾസ് അതിനെ എന്നാണ് ICA അംഗീകരിച്ചത്? അത് 1995 സെപ്റ്റംബർ മാസത്തിലായിരുന്നു. ഇനി നെക്സ്റ്റ്, വെയർ വെയർ ദി ന്യൂ പ്രിൻസിപ്പിൾസ് ആക്സെപ്റ്റഡ് ഇൻ 1995? ആൻസർ: മാഞ്ചസ്റ്റർ അറ്റ് ന്യൂ സെഞ്ച്വറി ഹാൾ. അതായത് ഈ 1995 ICA ആക്സെപ്റ്റ് ചെയ്ത ന്യൂ പ്രിൻസിപ്പിൾസ് എവിടെ വെച്ചിട്ടാണ് അത് ICA അംഗീകരിച്ചത്? അത് മാഞ്ചസ്റ്ററിൽ ന്യൂ സെഞ്ച്വറി ഹാളിൽ വെച്ചിട്ടായിരുന്നു ഈ പ്രിൻസിപ്പിൾസിൻ്റെ അംഗീകാരം കിട്ടുന്നത്. നെക്സ്റ്റ്, ക്വസ്റ്റ്യൻ നമ്പർ 28. ഹൂ ഫോംഡ് ദ റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ്? ആൻസർ: റോക്ക്ഡെയിൽ പൈനിയേഴ്സ്. റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ് ആരാണ് രൂപം കൊടുത്തത്? അത് റോക്ക്ഡെയിൽ പൈനിയേഴ്സ് ആണ്. ആരായിരുന്നു അവർ ലണ്ടനിലുള്ള 28 ഫ്ലാനൽ വീവേഴ്സ് അവർ ചേർന്നിട്ടുണ്ടാക്കിയ ഒരു കോഓപ്പറേഷൻ സൊസൈറ്റി പോലെയുള്ള ഒരു സംഘടനയായിരുന്നു റോക്ക്ഡെയിൽ പൈനിയേഴ്സ്. അവരിൽ നിന്നുമാണ് ഈ കോഓപ്പറേഷൻ്റെ ഉടലെടുപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ അവരാണ് ഈ റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ് ആദ്യമായിട്ട്, അത് കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആയി വരുന്നതിൻ്റെ പ്രാരംഭ നടപടിയായിരുന്നു. അതിലേക്ക് വന്നത് ഇവരുടെ ഈ പ്രിൻസിപ്പിൾസിൽ നിന്നും ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദി റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ്. ആൻസർ: 1 ഡെമോക്രാറ്റിക് കൺട്രോൾ, 2 ഓപ്പൺ മെമ്പർഷിപ്പ്, 3 ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, 4th പാർട്ടണേജ് ഡിവിഡൻഡ്, 5th ക്യാഷ് ട്രേഡിംഗ്, 6th പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, 7 പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ. റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അത് ജനാധിപത്യ നിയന്ത്രണത്തിലുള്ളതായിരിക്കണം. അതൊരു പ്രിൻസിപ്പിളാണ്. പിന്നെ എല്ലാവർക്കും മെമ്പർഷിപ്പ് ഓപ്പൺ അപ്പ് ആയിരിക്കണം. അതാണ് അടുത്തത്. പിന്നെയോ മൂലധനത്തിന്, അതായത് ഷെയർ ക്യാപിറ്റലിന് പരിമിതമായ പലിശ കൊടുത്തിരിക്കണം. അതുപോലെ ലാഭവിഹിതം, ഇതിന്ന് ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് ലാഭവിഹിതത്തിന് അർഹത ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എപ്പോഴും ക്യാഷ് ട്രേഡിങ്, പണം കൊടുത്തിട്ട് വാങ്ങിക്കുന്ന ആ ഒരു സിസ്റ്റം ആയിരിക്കണം. പിന്നെയോ രാഷ്ട്രീയവും മതപരവുമായ നിഷ്പക്ഷത, അതൊന്നും പക്ഷപാതപരമല്ലാത്ത രീതിയിലുള്ള മുൻപോട്ട് പോക്ക്. പിന്നെ എഡ്യൂക്കേഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പം നമ്മൾ ഇതിനകത്ത് റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ് പഠിച്ചിരിക്കണം. പിന്നീട് ഓരോ സ്റ്റേജിലും ഇതിൽ ഏതൊക്കെ ആഡ് ചെയ്തു, ഏതൊക്കെ കുറച്ചു, അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ പുതിയ പ്രിൻസിപ്പിൾസ് ഏതൊക്കെ സ്റ്റേജിൽ ഏതൊക്കെ ആഡ് ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. ലാസ്റ്റ് സ്റ്റേജിലത്തെ ഇന്നത്തെ ICA പ്രിൻസിപ്പിൾസ് അതും പഠിച്ചിരിക്കണം. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ്. നെക്സ്റ്റ്, ക്വസ്റ്റ്യൻ നമ്പർ 30. നെയിം ദി എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് ഓഫ് 1937 ICA. ആൻസർ: ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റ്, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഡിവിഡൻഡ് അക്കോർഡിംഗ് ടു ട്രാൻസാക്ഷൻസ്. ഇവിടെ ചോദിക്കുന്നത് 1937 ICA പ്രിൻസിപ്പിൾസിൻ്റെ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഇതെങ്ങനെ എസെൻഷ്യൽ വന്നത്? അതായത് 1866 റോക്ക്ഡെയിൽ പൈനിയേഴ്സിൻ്റെ റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ് വന്നത്. അതിനുശേഷം 1934
ഈ പഴയ റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസിനെ നമ്മൾക്ക് പുതിയ രൂപത്തിലോട്ട് മാറ്റണം എന്ന് പറഞ്ഞിട്ട് ICA ഒരു കമ്മിറ്റിയെ വെച്ചത് പാരീസിൽ കോൺഗ്രസ്സിൽ വെച്ചിട്ട്. അത് 1934 അതിൻ്റെ റിപ്പോർട്ട് വന്നത് 1937. ഈ റിപ്പോർട്ട് എന്തായിരുന്നു? ഈ ഓൾറെഡി ഉള്ള പ്രിൻസിപ്പിൾസിനെ എസെൻഷ്യൽ എന്നും നോൺ എസെൻഷ്യൽ എന്നും വേർതിരിക്കുക മാത്രമാണ് ചെയ്തത്. അതിൽ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് ഒഴിവാക്കാനാവാത്തത് അതാണ് ഇവിടെ ചോദിച്ചത്. ഏതൊക്കെയാണ്? ഓപ്പൺ മെമ്പർഷിപ്പ്, എല്ലാവർക്കും മെമ്പർഷിപ്പ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റ്, ജനാധിപത്യപരമായ മാനേജ്മെൻറ്റ്. അടുത്തതോ ക്യാപിറ്റലിന് പരിമിതമായ ഇൻട്രസ്റ്റ് കൊടുക്കുക. പിന്നെ അവരുടെ ഇതിനകത്തുള്ള മെമ്പേഴ്സിൻ്റെ ട്രാൻസാക്ഷൻ അനുസരിച്ച് അവർക്ക് ലാഭവിഹിതം കൊടുക്കുക. ഇതായിരുന്നു എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദി നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് ഓഫ് 1937 ICA. ആൻസർ: റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി, ക്യാഷ് ട്രേഡിങ്, എഡ്യൂക്കേഷൻ. ഇവിടെ പറയുന്ന നോൺ എസെൻഷ്യൽ അഥവാ അത്ര അത്യാവശ്യമല്ലാത്ത പ്രിൻസിപ്പിൾസ് ആണ് നോൺ എസെൻഷ്യൽസ്. അത് ഏതൊക്കെയായിരുന്നു? മതപരവും രാഷ്ട്രീയപരവുമായ നിഷ്പക്ഷത, അങ്ങനെയുള്ള പക്ഷപാതങ്ങളൊന്നും പാടില്ല എന്നുള്ളത്. പിന്നെ ക്യാഷ് ട്രേഡിങ്, അവിടെ പണം കൊടുത്ത് വാങ്ങൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അങ്ങനെ പാടുള്ളൂ എന്നായിരുന്നു. പിന്നെ കോപ്പറേഷനെ കുറിച്ചുള്ള എഡ്യൂക്കേഷൻ, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇതായിരുന്നു നോൺ എസെൻഷ്യൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 32, നെയിം ദ 1966 ICA പ്രിൻസിപ്പിൾസ്. ആൻസർ: വോളണ്ടറി അസോസിയേഷൻ ഓർ ഓപ്പൺ മെമ്പർഷിപ്പ്, democratic control, distribution of surplus, limited interest on capital, cooperative education and cooperation among cooperatives. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു പുതിയ പ്രിൻസിപ്പിൾ അത് ആഡ് ചെയ്തിട്ടുണ്ട്. അതേതാണ്? കോഓപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്, സഹകാരികൾക്കിടയിലെ സഹകരണം. അത് ആഡ് ചെയ്തു. എന്നാൽ അതിനോടൊപ്പം 2 റിമൂവ് ചെയ്തു. ഒന്നെന്താണ്? റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി, പിന്നെ ക്യാഷ് ട്രേഡിങ്. ഇത് 2 റിമൂവ് ചെയ്തിട്ട് കോഓപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് ആഡ് ചെയ്തു. അപ്പോൾ 1966 ആഡ് ചെയ്ത പ്രിൻസിപ്പിൾ ഏതാണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, define cooperation according to ICA. Answer: an autonomous association of persons united voluntarily to meet their common economic, social and cultural needs through a jointly owned and democratically controlled enterprise. കോഓപ്പറേഷൻ്റെ ഡെഫിനിഷൻ അതാണ് ICAയുടെ ഡെഫിനിഷനാണ് ഇവിടെ പറയുന്നത്. എന്താണ്? സ്വയംഭരണ സ്വഭാവമുള്ള വ്യക്തികളുടെ സ്വമേധയാ രൂപീകരിച്ച ഒരു സംഘടന. അതിൽ അവരുടെ പൊതുവായ സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് അവർ സംയുക്തമായി അവരുടെ ഉടമസ്ഥതയിലുള്ളതും ജനാധിപത്യപരവുമായിട്ട് നിയന്ത്രിക്കപ്പെടുന്ന ഒരു സംരംഭം, അതാണ് കോഓപ്പറേഷൻ. നെക്സ്റ്റ്, നെയിം ദ 6 കോഓപ്പറേറ്റീവ് വാല്യൂസ്. ആൻസർ: സെൽഫ് ഹെൽപ്പ്, സെൽഫ് റെസ്പോൺസിബിലിറ്റി, ഡെമോക്രസി, ഇക്വാലിറ്റി, ഇക്വിറ്റി, സോളിഡാരിറ്റി. ഇത് മോഡേൺ വാല്യൂസാണ്. എന്തൊക്കെയാണ്? സ്വയം സഹായം, സ്വയമുള്ള ഉത്തരവാദിത്വം, ജനാധിപത്യം, സമത്വം, നീതി, അതുപോലെ ഐക്യദാർഢ്യം. ഇത്രയുമാണ് മോഡേൺ വാല്യൂസ്. അടുത്തത്, വാട്ട് ആർ ദി ട്രഡീഷണൽ എത്തിക്കൽ വാല്യൂസ് ഓഫ് കോഓപ്പറേറ്റീവ്സ്? ആൻസർ: honesty, openness, social responsibility, caring for others. അടുത്തത് പരമ്പരാഗത മൂല്യങ്ങളാണ്. സത്യസന്ധത, ഓപ്പൺ മൈൻഡ്, തുറന്ന മനസ്സ്, സാമൂഹിക ഉത്തരവാദിത്വം, അതുപോലെ മറ്റുള്ളവരെ പരിചരിക്കൽ. ഇതൊക്കെയാണ് പരമ്പരാഗത മൂല്യങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്? ആൻസർ: കോഓപ്പറേറ്റീവ് വാല്യൂസ്.
സഹകരണ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനം എന്താണെന്നുള്ളതാണ്. അത് സഹകരണ മൂല്യങ്ങളാണ് ഈ സഹകരണ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനം. നെക്സ്റ്റ്, വാട്ട് ടേം ഡിഡ് ഗൈഡ് യൂസ് ഫോർ ദി അൾട്ടിമേറ്റ് എയിം ഓഫ് ദി കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ്? ആൻസർ, കോഓപ്പറേറ്റീവ് റിപ്പബ്ലിക്. ഇവിടെ പറയുന്നത് സഹകരണ പ്രസ്ഥാനത്തിൻ്റെ അന്തിമ ലക്ഷ്യത്തിന് വേണ്ടി ഗൈഡ്, അതായത് ചാൾസ് ഗൈഡ് ഉപയോഗിച്ച പദം ഏതാണെന്നാണ്. അത് കോഓപ്പറേറ്റീവ് റിപ്പബ്ലിക് എന്ന വേർഡാണ്. അതായത് ചാൾസ് ഗൈഡാണ് നമ്മുടെ കോഓപ്പറേറ്റീവ് ഫ്ലാഗൊക്കെ ഡിസൈൻ ചെയ്തത്. അദ്ദേഹം സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും അന്തിമമായ ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിച്ച ഒരു പദമാണ് കോഓപ്പറേറ്റീവ് റിപ്പബ്ലിക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് അനദർ നെയിം ഫോർ കോഓപ്പറേഷൻ എമംഗ് കോഓപ്പറേറ്റീവ്സ്? ആൻസർ, പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി, അല്ലെങ്കിൽ കാർവേ പ്രിൻസിപ്പിൾ, അതുമല്ലെങ്കിൽ മ്യൂച്വാലിറ്റി. അതായത് 1966 പുതിയ പ്രിൻസിപ്പിൾ ആഡ് ചെയ്തു. അതാണ് കോഓപ്പറേഷൻ എമംഗ് കോഓപ്പറേറ്റീവ്സ്. ഈ കോഓപ്പറേഷൻ എമംഗ് കോഓപ്പറേറ്റീവ്സിൻ്റെ മറ്റൊരു മീനിങ്, അല്ലെങ്കിൽ അതിന് പറയുന്ന മറ്റു പേരുകളാണ്. ഒന്ന്, ഐക്യത്തിൻ്റെ സിദ്ധാന്തം എന്ന് പറയാം. പിന്നെ കാർവേയാണ് കൊണ്ടുവന്നത്, അതുകൊണ്ട് കാർവേ സിദ്ധാന്തം എന്ന് പറയാം. പിന്നെ മ്യൂച്വാലിറ്റി, പരസ്പരമുള്ള സഹകരണം എന്നുള്ള രീതിയിലും അതിനെ കണക്കാക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ റിലീസ്ഡ് ദ ഗൈഡൻസ് നോട്ട്സ് ഓൺ കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഇൻ 2016? ആൻസർ, ICA പ്രിൻസിപ്പിൾസ് കമ്മിറ്റി. 2016 സഹകരണ സിദ്ധാന്തങ്ങളെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശ കുറിപ്പുകൾ പുറത്തിറക്കിയത് ആരാണെന്നാണ്. അത് ICA പ്രിൻസിപ്പിൾസ് കമ്മിറ്റിയാണ് അത് പുറത്തിറക്കിയത്. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ നമുക്ക് stay tuned for the next episode, and thank you for watching. Leave your comments.